അർജുനൻ തന്റെ പിതാവായ ഇന്ദ്രനെ കാണാൻ ഇന്ദ്രലോകത്തേക്ക് പോയി. അവൻ അവിടെ ആയിരിക്കുമ്പോൾ ഉർവശി എന്ന സുന്ദരിയായ ഒരു സ്വർഗീയ സ്ത്രീ തന്നോട് പ്രണയത്തിലാകുന്നത് അവൻ കണ്ടു. അർജുനന്റെ ധൈര്യവും ശക്തിയും അവളെ വളരെയധികം ആകർഷിച്ചു. അവൾക്ക് അവനിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഉർവശി അർജുനനോട് ഒരു പ്രണയ നീക്കം നടത്തി. പക്ഷേ അവൻ അവളുടെ പ്രണയത്തെ വിനയപൂർവ്വം നിരസിക്കുന്നു. അവളുടെ പൂർവികരുമായുള്ള അവളുടെ ബന്ധത്തെക്കുറിച്ച് അവൻ അവളെ ഓർമ്മിപ്പിക്കുകയും ബഹുമാനത്തോടെ അവളെ അമ്മ എന്ന് വിളിക്കുകയും ചെയ്തു. അവരുടെ ബന്ധം കാരണം തനിക്ക് അവളുമായി അങ്ങനെ ബന്ധപ്പെടാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ നിരാകരണം ഉർവശിയെ പ്രകോപിപ്പിച്ചു. അവൾക്ക് അപമാനം തോന്നി. അവന്റെ തിരസ്കരണം സഹിക്കവയാതെ അവൾ അർജുനനെ ശപിക്കാൻ തീരുമാനിച്ചു. അവളുടെ നിരാശയിൽ അവൾ അവനെ ഒരു പെൺകുട്ടിയായി ആകാനെ ശപിച്ചു. അർജുനൻ തന്റെ അവസ്ഥ വിശദീകരിച്ച് ഉർവശിയോട് കരുണയ്ക്കായി അപേക്ഷിച്ചു. അസ്വസ്ഥയായ ഉർവശി ശാപം 1 വർഷം മാത്രമാക്കി മാറ്റി. അർജുനന് ആ വർഷം തിരഞ്ഞെടുക്കാം. ഈ ശാപം അർജുനൻ തന്റെ ഒളിജീവിതത്തിനിടയിൽ മറച്ചുവച്ചു. മസിയുടെ രാജകുമാരി യുധേരയെ ഒളിവിൽ കഴിയാൻ അവൻ അവളെ നൃത്തവും സംഗീതവും പഠിപ്പിച്ചു.